എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മുകൾ ഭാഗം നല്ല ക്രിസ്പിയോ അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. പുട്ടുപൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് പുട്ടുപൊടി വെച്ചിട്ടാണെന്നൊന്നും ആരും പറയല്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എല്ലില്ലാത്ത ബീഫ് എടുത്ത് മാറ്റാം. ഞാൻ ഇവിടെ എല്ലില്ലാത്ത ബീഫ് ഒരു കുക്കറിലേക്കും ബാക്കി ചെറിയ ചെറിയ പീസാക്കിയത് കറിയിലേക്കുമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇത് ഞാനിവിടെ 2 റെസിപ്പി കാണിക്കുന്നുണ്ട് ബീഫ് കൊണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇറച്ചി എടുക്കുന്ന സമയത്ത് എല്ലാ പീസും എടുക്കട്ടോ, എല്ലു അതുപോലെ തന്നെ ഇറച്ചി, കക്ക് അതുപോലെ തന്നെ നെയ്യൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണ്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചൊരു കൈപ്പിടി നിറയെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയാണ് എടുത്തത്. പിന്നെ ഇത് 2 റെസിപ്പിയിലേക്കും കൂടി ഉള്ളതാണ് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ചുവന്നുള്ളിയൊക്കെ. ഇനി ഇത് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുഴുവനായിട്ട് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് എടുക്കട്ടോ, ഞാനിപ്പോൾ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ട് നല്ലോണം തന്നെ അടിച്ചെടുക്കാം. ഇനി ഇതാ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ 2 വലിയുള്ളി, അതിൽ നിന്ന് പകുതി ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി ഭാഗം പിന്നീട് നമുക്ക് വാട്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കുറച്ച് ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഫ്രൈയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 4 തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 4 തക്കാളി ചേർത്ത് കൊടുത്തത്. ഇപ്പം വലിയ തക്കാളിയൊക്കെ ആകുമ്പോൾ 2 3 ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കൂടുതൽ വേണമെന്നില്ല. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ബീഫിലേക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ വിനാഗിരി, ഉപ്പ് അത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതേപോലത്തെ വലിയ പീസാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, നല്ല എളുപ്പമാണ്. അപ്പോൾ അതിലേക്ക് ഇനി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മാത്രം മതിയാവും, കൂടുതൽ വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബീഫിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ബീഫിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ രണ്ടും ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ നല്ലോണം തന്നെ കുഴച്ചെടുക്കണം. ഇത് വേവിക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതാ ഇനി നമ്മൾ കറിക്കുള്ള ഒരു മിക്സും കൂടി നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം തന്നെ ഇതേപോലെ ഞെരടി തന്നെ കുഴച്ചെടുക്കുക. ആ ഒരു മസാല കൂട്ടി എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് കുഴച്ച് കൊടുക്കട്ടോ. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക, കൂടുതൽ വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. ബീഫിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. പിന്നെ പൊരിക്കുന്ന ബീഫിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, അത് അങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് വിസിലടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് 2 വിസിലടുപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്തതാണ് കേട്ടോ. അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പിന്നെ കറിക്കുള്ള ബീഫിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് വേണ്ടത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മളെ ബീഫ് ഫ്രൈയിലേക്കുള്ള ബീഫ് ഇവിടെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലോണം തന്നെ വേവിക്കണം കേട്ടോ, നല്ലോണം വെന്ത് വരണം, എന്നാലാണ് ഇതിന് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളം കളയണ്ട, വേണമെങ്കിൽ നമുക്ക് എടുക്കട്ടോ. അപ്പോൾ ഇതാ ബീഫ് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
അധികം ചെറിയ കട്ടിങ് അല്ല കേട്ടോ വേണ്ടത്, ശേഷം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, ഏത് ഷേപ്പിലും വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെന്നുള്ളൂ. ചൂടാറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്തിട്ട് പൊടിഞ്ഞ പോലെ ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ടാക്കി എടുക്കാം. ഞാൻ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയത്. ഇനി ഇതാ ബീഫ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവന്നുള്ളി, അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് 2-3 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക, നല്ല കളർ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾ പൊടി, കുറച്ച് മാത്രം മതി കേട്ടോ. മഞ്ഞൾ പൊടി കൂടുതലൊന്നും വേണമെന്നില്ല. പിന്നെ ഇതിലേക്ക് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുത്തത്. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഏത് ഫ്രൈ ആക്കുന്നതിലും ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മുളക് പൊടി തന്നെ മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട വേണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു വെള്ളമില്ലേ ബീഫിൻ്റെ, അത് ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇത് നല്ലോണം തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ളു മാത്രം മതിയാവും കേട്ടോ, കൂടുതൽ വേണമെന്നില്ല. അപ്പോൾ ഇത് നമ്മളിവിടെ തന്നെ പൊടിച്ച ഗരം മസാല പൊടിയാണ്. ആർക്കും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാതരം ബിരിയാണിക്കും അതുപോലെ തന്നെ എല്ലാതരം മസാല കറികൾക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആർക്കും വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോട്ടോ, നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരിക. അപ്പോൾ ഇതാ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കൂട്ടിലെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക, നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇതില്ലേ നമ്മളിങ്ങനെ ചെയ്തിട്ട് വൈകുന്നേരത്തെ ചായക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. പുട്ടുപൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ പുട്ടും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊരിക്കാൻ നേരം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇത് ആ ഒരു പുട്ടുപൊടി എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ അംശം കുറവുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു വെള്ളമില്ലേ ബീഫിൻ്റെ, അത് ഇത്തിരി കുറച്ചൊന്ന് ഇട്ടിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ മസാല ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മൾ നേരത്തെ വെച്ച കറി ഒന്ന് തൂമിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം 1 ടീസ്പൂൺ അളവിൽ മതിയാവുക. അപ്പോൾ അത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. തേങ്ങൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നോട്ടെ കേട്ടോ. അതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ബാക്കിയുള്ള ആ ഒരു ഉള്ളിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. നല്ലോണം തന്നെ കളർ മാറി വന്നോട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കൊള്ളിയലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം തന്നെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കറിവേപ്പിനെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളി ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവറാണ് കേട്ടോ. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇതൊന്ന് നല്ലോണം ഒന്ന് വറ്റി വന്നോട്ടെ. അധികം വറ്റേണ്ട ആവശ്യമില്ല. എനിക്ക് ഒന്ന് കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് വേണ്ടത്. നിങ്ങൾക്ക് വരട്ടിയിട്ടാണ് വേണ്ടിയെന്ന് വെച്ചാൽ വെള്ളം മൊത്തം വറ്റിച്ചിട്ട് വരട്ടിയെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് കറി വെക്കാത്തവരുണ്ട് ചെയ്ത് നോക്കിട്ടോ. എന്തായാലും അടിപൊളി കറിയാണേ.
ചൂടായ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ലോണം തന്നെ ചൂടായി വന്നാൽ അതിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. പിന്നെ ഉൾഭാഗമൊന്നും അങ്ങനെ വേവേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുകൾ ഭാഗം ഒന്ന് മുരിയിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ ബീഫിൻ്റെ കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ചെയ്യാത്തവരായിട്ട് ചെയ്ത് നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണാം.